തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു റിസൾട്ടാണ്. ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പൊതുജനത്തിൻ്റെ വികാരപരമായ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് UDF അനുകൂലമായ ഈ രാഷ്ട്രീയ സാഹചര്യം. ഞങ്ങൾ ആരംഭത്തിലേ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇടതുപക്ഷം ഇനി ജയിക്കാൻ സാധ്യതയില്ല, ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ സാധ്യതയില്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായി രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയം സ്റ്റഡി ചെയ്ത് ഞങ്ങൾ പറയുകയാണ്, വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പിന്നെ നമ്മളെ മുന്നണിക്കകത്തുള്ള ഐക്യം, എല്ലാ നേതാക്കന്മാരും ഒത്തൊരുമിച്ച് കൂട്ടായി പ്രവർത്തിച്ച് രാവുപകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എല്ലാ ജനങ്ങളെയും വോട്ടർമാരെയും നേരിൽ കണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുടുംബസംഘം എത്രയാണ് നടത്തിയത്. കേരളത്തിൽ നടത്തിയ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന കുടുംബസംഗമം ഒരു റെക്കോർഡാണ്. അത്ര കുടുംബസംഗമം എന്ന് പറയുമ്പം അത്രയും കുടിലുകളിൽ, അത്രയും വീടുകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ രാഷ്ട്രീയ യാഥാർത്ഥ്യം യഥാർത്ഥമായി ഒരു ജനസമൂഹത്തിന് നൽകാൻ സാധിച്ച ഒരവസരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ ഘടകകക്ഷികളിൽ എല്ലാ ഘടകകക്ഷികളും മുസ്ലിം ലീഗല്ലോ വീണ് മരിച്ച് സ്വന്തം സ്ഥാനാർത്ഥിക്ക് പോലും ഇതുപോലെ പ്രവർത്തിച്ച് കാണില്ല. അത്ര ആത്മാർത്ഥമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഈ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു നല്ല ചരിത്രത്തിൻ്റെ ഭാഗമാണതൊക്കെ.